കാര്യം ചുമയായിട്ട് പോയതാണ്. ഇതുവരെയ്ക്കും ഒരു കുറവുമില്ല. താലൂക്ക് ഹോസ്പിറ്റലിൽ ഈ പറയുന്ന ചികിത്സ ഇല്ലായ്മയെക്കുറിച്ചും ഡോക്ടർ ഇല്ലായ്മയെക്കുറിച്ചൊക്കെ ഒരുപാട് വാർത്ത നമ്മൾ ചെയ്യാനുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്ന് കഴിച്ചിട്ട് കുറവില്ലാത്തതുകൊണ്ട് ഇന്നലെ പോയി കഴിച്ചപ്പോൾ ഒരു 5-6 പാരസിറ്റമോൾ എടുത്ത് തന്നു. അത് കഴിച്ചാൽ മതി, കുഴപ്പമില്ലെന്ന്. വേണ്ട, ഒരു പ്രൈവറ്റ് ലാബിൽ കൊടുക്കുന്ന അത്രയും തുക തന്നെ താലൂക്ക് ഹോസ്പിറ്റൽ ആവുന്നുണ്ട്. ഒരു മന്ത്രിയുടെയും കാശല്ല, ഒരു ഡോക്ടറുടെയും കാശല്ല, നമ്മുടെ കാശാണ്. നമ്മൾ നികുതി പണമാറ്റി കൊടുക്കുന്ന കാശാണ്. നമസ്കാരം. നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ ശോചനീയാവസ്ഥയെപ്പറ്റി ഒരുപാട് വാർത്ത നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് എവിടെയായാലും, വലിയകുന്നായാലും ചെറിയങ്കിലായാലും ഒരുപാട് വാർത്ത ചെയ്തിട്ടുണ്ട്. കാരണം ഈ പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങളാണ് ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ വേണ്ടത്. പക്ഷെ അതൊന്നും കിട്ടുന്നില്ല എന്നൊരു വലിയ പരാതിയാണ്. ചേട്ടൻ്റെ പേര് ചേട്ടാ? മുരളി. ചേട്ടാ, എന്നെ 2 ദിവസമായിട്ട് വിളിക്കുകയാണ്. ചേട്ടൻ എന്താ സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, പക്ഷേ മരുന്ന് കഴിച്ചിട്ടൊന്നും ബലമില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ടാ കാര്യം? കാര്യം ചുമയായിട്ട് പോയതാണ്. ഇതുവരെയ്ക്കും ഒരു കുറവുമില്ല. 24-ാം തീയതി തൊട്ട് ഞാൻ പോവുകയാണ്. കേട്ടോ, കുടിച്ച് അവർ തരുന്ന മരുന്ന് കഴിച്ചിട്ട് ഒരു കുറവില്ല. എനിക്കിപ്പോൾ കിടക്കാനും വയ്യ, ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ചെക്ക് ചെയ്ത് അവർ ചെക്ക് ചെയ്യാനൊന്നും പറഞ്ഞില്ല. ഈ ഗുളിക മാത്രം തന്നു. ചെക്ക് ചെയ്യാനൊന്നും പറഞ്ഞില്ല. ഈ ഗുളികൾ മാത്രം തന്നെ. ഇന്നലെ മിനിഞ്ഞാന്ന് കഴിച്ചിട്ട് കുറവില്ലാത്തതുകൊണ്ട് ഇന്നലെ പോയി കഴിച്ചപ്പോൾ ഒരു 5-6 പാരസിറ്റമോൾ എടുത്ത് തന്നു. അത് കഴിച്ചാൽ മതി, കുഴപ്പമില്ലെന്ന്. വേണ്ട, അത് കുറവില്ലാത്തതാണ് അവിടുത്തെ ഡോക്ടറെ അടുത്ത് നിന്ന് പറഞ്ഞത്. അപ്പോൾ അതൊന്നും പറഞ്ഞില്ല. കഴിച്ചിട്ട് ഒരു കുറവില്ല. അതാ 25-ാം തീയതി പോയി, 24-ാം തീയതി തുണ്ടി ഞാൻ എടുത്തില്ല. അതാ ഇത് 25-ാം തീയതി തുണ്ടാണ്. ഇതൊരു തമാശ വാർത്തയായിട്ട് ആരും കാണരുത്. കാരണം ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട് ഈ വാർത്തകളൊക്കെ. ഈ പറയുമ്പോൾ താലൂക്ക് ഹോസ്പിറ്റലിൽ ഈ പറയുന്ന ചികിത്സ ഇല്ലായ്മയെക്കുറിച്ചും ഡോക്ടർ ഇല്ലായ്മയെക്കുറിച്ചൊക്കെ ഒരുപാട് വാർത്ത നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ തന്നെ സാക്ഷ്യമാണ്. അപ്പോൾ എപ്പോഴാണ് ചേട്ടൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ചേട്ടാ ഇങ്ങനെ പോയിട്ട് ചേട്ടന് ഇത്രയും ദിവസമായിട്ടൊരു മരുന്നും കൊടുക്കുന്നില്ല, കൊടുത്ത മരുന്ന് കഴിച്ചിട്ട് കുറയുന്നില്ല. ചേട്ടാ, നിങ്ങൾ എന്തുകൊണ്ടോ വേറെ ഹോസ്പിറ്റലിൽ ഇപ്പം പറഞ്ഞില്ലേ അവർ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഈ ഗുളിക മാത്രമേ അത് കഴിച്ചിട്ട് കുറവില്ലാത്തതുകൊണ്ട് വീണ്ടും ഞാൻ ഇന്നലെ പോയി. ഭയങ്കര ചുമ, അത്ര തന്നെ. ചുമയും ആഹാരം ചുമച്ച് എൻ്റെ തൊണ്ട വരെ പൊട്ടിയിട്ടും ചുമയ്ക്ക് ഒരു കുറവൊന്നുമില്ല. ചുമച്ച് വയറ് പേര് വീണ് അത്ര. അവർ ഒന്നും പറഞ്ഞില്ല. ചിറങ്ങി താലൂക്ക് ആശുപത്രി ഒന്നും പറഞ്ഞില്ല. ഇന്നലെ വൈകിട്ട് വന്നപ്പോഴേ അവർ കണ്ടുപിടിക്കാൻ അവർ ഒന്നും പറഞ്ഞില്ലല്ലോ. ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ഈ പറയുന്ന താലൂക്ക് ഹോസ്പിറ്റലായപ്പോഴും അവിടെ എന്നെ ഒരു ചേച്ചി മുന്നേ വിളിച്ചായിരുന്നു. കാരണം ഒരു ബ്ലഡ് ചെക്ക് ചെയ്യണമെങ്കിൽ പോലെ അതുപോലും അത്രയും 700, 800, 900 അത്രയും കാശാവണം വേണ്ട ഒരു ചേച്ചി എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ചേട്ടൻ എന്നെ വിളിക്കുന്നത്. എന്തായാലും അത്രയും കാശൊക്കെ ആവുന്നുണ്ട്. കാരണം ഒരു പ്രൈവറ്റ് ലാബിൽ കൊടുക്കുന്ന അത്രയും തുക തന്നെ താലൂക്ക് ഹോസ്പിറ്റൽ ആവുന്നുണ്ട്. ഒരു കാര്യം ജനങ്ങളൊക്കെ മനസ്സിലാക്കുക, താലൂക്ക് ഹോസ്പിറ്റലിലൊക്കെ ഈ പറഞ്ഞ എല്ലാ ആതുരാലയങ്ങളും നമുക്ക് വേണ്ടിയിട്ടാണ്. ഗവൺമെൻറ് ആതുരമെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെ കാശ് നികുതി പണം കൊണ്ട് പാവപ്പെട്ട നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന അവിടെയൊക്കെ പോയിട്ടാണ് ഇത്രയും കാശൊക്കെ ചിലവാകുന്നത്. ഈ ചേട്ടൻ്റെ അവസാനം നമുക്ക് ഒരാഴ്ചയായി പോയിട്ട് ഇത്രയും മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെ ചുമയുടെ ഒരു കാരണം അന്വേഷിക്കാനോ ബ്ലഡ് ചെക്ക് ചെയ്യാനോ ഒന്നും പറയുന്നത്. നിങ്ങളുടെ ഒ പിയിലെ കാണിച്ചേ? ഡോക്ടറെ കാണിച്ചേ? ഡോക്ടർ മിനിഞ്ഞാന്ന് കാണിച്ചത് ഹസീന എന്ന് പറഞ്ഞൊരു ഡോക്ടർ, ലേഡി ഡോക്ടർ. ഇന്നലെ ഒരു ജെൻസ് ഡോക്ടറായിരുന്നു. നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യസ്ഥിതി ഇതൊക്കെയാണ്. അദ്ദേഹം പോയിട്ട് ഇപ്പം ഇത്രയും അദ്ദേഹത്തിന് മരുന്നെല്ലാം കഴിച്ചിട്ട് പോലും കുറവില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ വിളിച്ച് നമ്മൾ വന്നത്. കാരണം ഒരനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ട്. നമ്മളവിടെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഈ ഹോസ്പിറ്റലിലൊക്കെ. ഇത്രയും ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ വരെ അവർ ബ്ലഡ് ചെക്ക് ചെയ്യാൻ വരെ 700, 800 ഒക്കെ ആവുന്നുണ്ട്. അത് മാത്രമല്ല, മതിയായ ചികിത്സയില്ല. കുറ്റം പറയാൻ പറ്റില്ല, ഡോക്ടർമാരെ കുറ്റം പറയാൻ പറ്റില്ല. 100, 600 പേരൊക്കെയാണ് ഒരു ദിവസം വരുന്നത്. അപ്പോൾ പെട്ടെന്ന് അവർക്ക് ഒന്നും എന്താ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഒന്നും പറ്റത്തില്ല. അതും ഒരു വാസ്തവമാണ്. എങ്കിൽ പോലും ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. കാരണം ഇവരൊക്കെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ കാശില്ലാഞ്ഞിട്ടാണ് അങ്ങോട്ടൊക്കെ വരുന്നത്. എന്തായാലും ഇതൊരു ചേട്ടൻ്റെ ഒരു അവസ്ഥ നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരികയാണ്. ശ്രദ്ധിക്കുക, കാര്യക്ഷമമായിട്ട് നോക്കുക. കാരണം ഇതൊക്കെ ആരുടെയും കാശല്ല, ഒരു മന്ത്രിയുടെയും കാശല്ല, ഒരു ഡോക്ടറുടെയും കാശല്ല, നമ്മുടെ കാശാണ്. നമ്മൾ നികുതി പണം മാറ്റി കൊടുക്കുന്ന കാശാണ്.
അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഉത്തരവാദിത്തത്തോടെ സംസാരിക്കുന്നത്, ചൂണ്ടിക്കാണിക്കുന്നത്. ക്യാമറമാൻ അരുൺ സാറിനൊപ്പം സെയ്ദ് മൈറ സൈനിങ് ഓഫ്.